നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. റെസിഡൻസി നിയമലംഘകർക്ക് നിയമപരമായി രാജ്യത്ത് നിന്ന് മടങ്ങാനും തുടരാനും അനുവദിക്കുന്ന പൊതുമാപ്പ് നടപടികൾ UAE തുടരുകയാണ്. അതിനിടെ റെസിഡൻസി വിസ നിയമങ്ങൾ ലംഘിക്കുന്ന പ്രവാസികൾക്കെതിരെ കർശന വ്യവസ്ഥകളുമായി കുവൈറ്റിൽ പുതിയ നിയമം കൊണ്ടുവരാൻ ഒരുങ്ങുകയാണ്. കുവൈറ്റിലെ റെസിഡൻഷ്യൽ ഏരിയകളിലും മറ്റു താമസയിടങ്ങളിലുമുള്ള വ്യാപാരം നിരോധിക്കുക, വിദേശികളെ നാടുകടത്തുകയും പുറത്താക്കുകയും ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ നിശ്ചയിക്കുക തുടങ്ങിയ ലക്ഷ്യങ്ങളോടെയുള്ള വിദേശികളുടെ താമസാവകാശം സംബന്ധിച്ചവയാണ് പുതിയ നിയമം. ഒപ്പം വിദേശികളെ നാടുകടത്തുമ്പോൾ സ്വീകരിക്കേണ്ട മാനദണ്ഡങ്ങൾ പുതുക്കിയിട്ടുണ്ട്. നിയമത്തിന്റെ കരടിന് കുവൈറ്റ് ക്യാബിനറ്റ് അംഗീകാരം നൽകിയതായി സർക്കാർ വൃത്തങ്ങളെ ഉദ്ധരിച്ച് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ആക്ടിംഗ് പ്രധാനമന്ത്രിയും പ്രതിരോധ മന്ത്രിയും ആഭ്യന്തര മന്ത്രിയുമായ ഷെയ്ഖ് ഫഹദ് യൂസഫ് സൗദ് അൽ സബാഹിന്റെ അധ്യക്ഷതയിൽ ചേർന്ന ക്യാബിനറ്റിന്റെ പ്രതിവാര യോഗമാണ് കരട് നിയമത്തിന് അംഗീകാരം നൽകിയത്. കുവൈറ്റ് അമീർ ഷെയ്ഖ് മിഷാൽ അൽ അഹമ്മദ് അൽ ജാബർ അൽ സബാഖ് അംഗീകരിക്കുന്നതോടെ പുതിയ നിയമം പ്രാബല്യത്തിൽ വരും. പ്രവാസിയുടെ റെസിഡൻസ് വിസ, താൽക്കാലിക വിസ, വിസിറ്റ് വിസ എന്നിവയുടെ കാലാവധി തീരുകയും വിസ പുതുക്കാതെ പ്രവാസി രാജ്യത്ത് തന്നെ തുടരുകയും ചെയ്യുന്ന പക്ഷം അക്കാര്യം പ്രവാസികളുടെ സ്പോൺസർമാർ ആഭ്യന്തര മന്ത്രാലയത്തിലെ ബന്ധപ്പെട്ട അധികാരികളെ അറിയിക്കണമെന്ന വ്യവസ്ഥയാണ് കരട് നിയമത്തിലെ മറ്റൊരു പ്രധാന കാര്യം. വിസ കാലാവധി കഴിഞ്ഞവർക്ക് ജോലിയും അഭയവും നൽകുന്നതും കടുത്ത നിയമലംഘനവുമായി കണക്കാക്കും. വിസ തരപ്പെടുത്താമെന്ന പേരിൽ അനധികൃതമായി പണം വാങ്ങുന്നത് കടുത്ത നിയമലംഘനമാണ്. തൊഴിലുടമയ്ക്ക് കീഴിൽ അല്ലാതെ ജോലി ചെയ്യുന്നതും തസ്തികയ്ക്ക് വിരുദ്ധമായി മറ്റു സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യാൻ പ്രേരിപ്പിക്കുന്നതും വിലക്കി. അടിയന്തര സാഹചര്യങ്ങളിൽ ആഭ്യന്തര മന്ത്രാലയത്തിൽ നിന്ന് പ്രത്യേക അനുമതി എടുക്കാം. സർക്കാർ ജീവനക്കാർ മറ്റിടങ്ങളിൽ ജോലി ചെയ്യുന്നതും വിലക്കിയിട്ടുണ്ട്. ഇതുകൂടാതെ എൻട്രി വിസ, റെസിഡൻസ് പെർമിറ്റ് എന്നിവയുമായി ബന്ധപ്പെട്ടും പ്രവാസിയുടെ റിക്രൂട്ട്മെന്റുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ചൂഷണങ്ങൾ, വിസ കച്ചവടം, വിസ പുതുക്കുന്നതിന്റെ പേരിൽ പണം ഈടാക്കൽ തുടങ്ങിയവ കർശനമായി തടയുന്നതാണ് പുതിയ കരട് നിയമം. മാത്രമല്ല, ശമ്പള കുടിശ്ശിക വരുത്തുന്നത് കുറ്റകരമാണെന്നും കരട് നിയമം പറയുന്നു. അതേസമയം ബയോമെട്രിക് വിരലടയാളം രജിസ്റ്റർ ചെയ്യാത്ത എല്ലാ പ്രവാസികൾ എത്രയും വേഗം തന്നെ അത് പൂർത്തിയാക്കണമെന്നാണ് കുവൈറ്റ് ആഭ്യന്തര മന്ത്രാലയം മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. അവസാന ദിവസം വരെ കാത്തു നിൽക്കാതെ തിരക്കൊഴിവാക്കി നേരത്തെ രജിസ്ട്രേഷൻ നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കണം. ഈ വർഷം ഡിസംബർ 31 വരെയാണ് പ്രവാസികൾക്ക് ബയോമെട്രിക് വിരലടയാളം രജിസ്റ്റർ ചെയ്യാൻ അനുവദിച്ചിരിക്കുന്ന സമയം. ഏകദേശം 5,30,000 പ്രവാസികൾ ഇനിയും ബയോമെട്രിക് വിരലടയാളം രജിസ്റ്റർ ചെയ്യാൻ ബാക്കിയുണ്ടെന്നും ഈ സമയത്തിനകത്ത് തന്നെ എല്ലാ പ്രവാസികളും നടപടിക്രമങ്ങൾ പൂർത്തിയാക്കണമെന്നും ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. ഇത് പൂർത്തിയാക്കാത്തവർക്ക് സർക്കാർ ബാങ്കിംഗ് ഇടപാടുകൾ തടയപ്പെടും. കൂടാതെ നടപടി പൂർത്തിയാക്കാത്ത പ്രവാസികളുടെയും അവരുടെ ആശ്രിതരുടെയും റെസിഡൻസി വിസകൾ പുതുക്കൽ ഉൾപ്പെടെയുള്ള എല്ലാ സർക്കാർ ഇടപാടുകളും താൽക്കാലികമായി നിർത്തിവെക്കും. ബാങ്ക് അക്കൗണ്ട് സേവനങ്ങൾ നിയന്ത്രിക്കുന്നതിന് പുറമെയാണിതെന്ന് മന്ത്രാലയം ഓർമ്മിപ്പിച്ചു. ഒരു തവണ രജിസ്ട്രേഷൻ സമയം നീട്ടി നൽകിയ സാഹചര്യത്തിൽ ഡിസംബർ 31 ശേഷം വീണ്ടും സമയം അനുവദിക്കാൻ ഇടയില്ല.